നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇടവേള അത് എന്താ വെച്ചാൽ ഈ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഈ നിർബന്ധിത യാത്രകളും ഈ നിർബന്ധിത യാത്രകൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഇറങ്ങിയതാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ് ഓഫീസിൽ വരുന്നത്. ഇത്ര ദിവസം കാണാനില്ലായിരുന്നു. ശനിയാഴ്ച രാവിലെ ജനശതാബ്ദിക്ക് പോയത് കൊച്ചിൻ. ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം പങ്കെടുക്കാം ഉണ്ടായിരുന്ന പരിപാടി. ആ പരിപാടിക്ക് ശേഷം വീട്ടിൽ ചെന്നപ്പോൾ വൈകുന്നേരമായി. അമ്മയുടെ അടുത്ത് വർത്താൻ പറഞ്ഞുകൊണ്ടിരുന്നു. ശനിയാഴ്ച അങ്ങ് തീർന്നു. ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വീട്ടിലിരുന്നോട് കുറച്ച് വർക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ പൊൻകുന്നം എൻ്റെ ഒരു വക്കീലിനെ കാണാൻ പോയി. തിങ്കളാഴ്ചത്തെ ഒരു കേസ് പഠിക്കണം, കാരണം എന്നെ ക്രോസ് ചെയ്യുന്നതാണ്. അത് ഈ ക്രോസ് ചെയ്ത പോലെ നമ്മളെ ചോദ്യം ചെയ്തും ഭയപ്പെടുത്തിയൊക്കെയാണ്. മൂന്നാല് വക്കീലന്മാർ അങ്ങനെ കേസ് പഠിച്ച് തിങ്കളാഴ്ച കോടതി ചെന്നു, കോട്ടയം കോടതിയിൽ. 11:30 ആയപ്പോഴാണ് അറിയുന്നത് ജഡ്ജ് എന്ന അവധിയാന്ന്. അയ്യോ. പിന്നെ തിരിച്ചു പോയി. ചൊവ്വാഴ്ച ചെറുകോൽപ്പുഴയിൽ പോയി. തിരിച്ച് വീണ്ടും പോയി, കാരണം ബുധനാഴ്ചത്തേക്ക് കേസ് മാറ്റി വെച്ചിരുന്നു. ബുധനാഴ്ച കേസെടുക്കാൻ വന്നു. ബുധനാഴ്ച ചെന്നു, ജഡ്ജുണ്ടായിരുന്നു, കോടതി ഉണ്ടായിരുന്നു. പക്ഷേ എതിർഭാഗത്തിൻ്റെ വക്കീൽ പറഞ്ഞു അവരുടെ സീനിയർ വക്കീലില്ല, ഇന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അടുത്ത തിങ്കളാഴ്ച. ഇതാണ് ഈ കുഴപ്പം. അതായത് നമ്മൾ അപ്പം അങ്ങനെ ഞാൻ വ്യാഴാഴ്ച തിരിച്ചെത്തി. ഇനി തിങ്കളാഴ്ച വീണ്ടും പോകണം. പൊൻകുന്നത്തല്ല, കോട്ടയത്ത് കോടതി. ആ പൊൻകുന്നത്താണ് വക്കീൽമാർ സംസാരിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രകൾ ഒരു വലിയ ഗൗരവമേറിയ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിതെല്ലാം എൻ്റേതായ രീതിയിൽ ഞാനത് കൈകാര്യം ചെയ്യും. ഉദാഹരണത്തിന് ഞാനിപ്പം ചെറുകോൽപ്പുഴ പോയപ്പം 2 കാര്യങ്ങൾ ചെയ്തു. വലിയ അറിയപ്പെടുന്നതാണല്ലോ പഴയ ഇതല്ലേ. അതെ, അവിടെ പോയി ഞാൻ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, 2 സന്ദർശനം നടത്തി. ചെറുകോൽപ്പുഴയിൽ നിന്ന് എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞില്ല, പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനല്ലോ. ഒന്ന്, ഞാൻ ഈ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആസ്ഥാനത്ത് പോയി. ഇതുവരെ പോയിട്ട് ഇഷ്ടംപോലെ വിമർശിച്ചിട്ടുണ്ട്. തിരുവല്ലയിൽ ഇഷ്ടംപോലെ ബിലീവേഴ്സ് ചർച്ചിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അവിടെ പോയിട്ടില്ല. ഞാനങ്ങ് ചെന്നു, അവരുടെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് ചെന്നു. ഹോസ്പിറ്റൽ എന്തൊരു ഹോസ്പിറ്റലാണെന്നറിയോ. ഞാൻ ഇതിൻ്റെ അകത്ത് കേട്ടൊരു കാര്യം, അവിടെ ഈ ഡോക്ടർമാർക്കും നഴ്സുമാർക്കൊക്കെ മറ്റുള്ളവരത്തേക്കാൾ ശമ്പളം കൂടുതലാണ്. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കണ്ടു, അവരുടെ ആസ്ഥാനം എല്ലാം പോയി കണ്ടു, തിരുമേനി അടക്കിയിരിക്കുന്ന എല്ലാം പോയി കണ്ടു. അപ്പം ഒരു അവിടെ ആളുകളെയൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, നമുക്കങ്ങനെ ഒരു വിരോധം ഉണ്ടാക്കേണ്ട കാര്യമില്ല. മരിച്ചുപോയി വാർത്തയുള്ളൂ. തിരിച്ചു വന്നിട്ട് ഞാൻ നേരെ പോയത് എവിടെയാണെന്നറിയോ, പോരുന്ന വഴിയിലെ PRDS ആസ്ഥാനത്ത് പോയി. ഇരവിപേരൂർ കുമാരഗുരുദേവന്റെ മണ്ഡപമൊക്കെ കണ്ട്, അവിടുത്തെ സെക്രട്ടറി ഉണ്ടായിരുന്നു, അവിടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല, അവരോടൊക്കെ സംസാരിച്ച് അവിടെ വലിയൊരു ജനവിഭാഗമാണ് അവർ. എനിക്കൊരു 10,000-15,000 പേരെങ്കിലും കാണുന്നുണ്ട്. അപ്പോൾ PRDS സമ്മേളനം നടക്കാൻ പോകും അടുത്ത ആഴ്ച. എനിക്ക് തോന്നുന്നു 13 മുതൽ ആണെന്ന് തോന്നുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സന്ദർശനം നടത്തി. അങ്ങനെയൊക്കെയാണ് ഞാൻ യാത്രകളെ ഒരു ഫലപ്രദമാക്കുന്നത്. അപ്പോൾ അനുഭവങ്ങളാണല്ലോ എല്ലാം. പിന്നെ അതിനിടയിലല്ലേ എനിക്ക് സങ്കടം പറ്റുക. ഇന്നത്തെ വാർത്തകളിലേക്ക് വരുമ്പം ഏറ്റവും സങ്കടം എനിക്ക് അനന്തകൃഷ്ണൻ്റെ കേസ് കൈകാര്യം ചെയ്തിട്ട് നമുക്ക് വിശദമായിട്ട് ഒരു ദിവസം വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. എൻ്റെ സങ്കടം പറയാം. ഒരുപാട് വാർത്തകൾ എന്നെ തേടിയെത്തും. ഈ വാർത്ത തരുന്നവർക്ക് ഞാൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. പക്ഷെ ഒരിക്കലും നടക്കില്ല. കാരണം എനിക്ക് വാട്സാപ്പിൽ വരുന്ന സന്ദേശം തന്നെ നമ്മൾ പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോലും 1000 മെസ്സേജ് ഒരു ദിവസം. കഴിഞ്ഞ ഞങ്ങൾ നേരത്തെ പ്രതിസന്ധി ഇതാണ്, അവരെല്ലാം പറയും ഷാൻ സാർ എന്നെ ചെയ്യണം എന്നൊരാവശ്യം. ഞങ്ങൾ വാർത്ത കൊടുത്താൽ പലത് പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻക്വയറി നടത്താനുള്ള പലത് മാറ്റിവെക്കും. 8 മാസമായി ഞാൻ മാറ്റി വെച്ചിരുന്ന വിഷയമാണ് ഈ അനന്തകൃഷ്ണൻ. അത് എന്നെ ഞങ്ങളുടെ നാട്ടിലെ ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, ഒരു ബിനു മറ്റക്കര, എൻ്റെ ഒരു കസിൻ, കട്ടപ്പനയിലുള്ളൊരു എൻ്റെ ഒരു കസിന്, അങ്ങനെ നാനാഭാഗത്തു നിന്നും എനിക്ക് പലരും ഇത് ഇട്ട് തന്നിരുന്നു. ഈ സോമിച്ചൻ എന്ന് പറയും, കട്ടപ്പനയുള്ള സോമിച്ചനെ ധാരാളം പേർ ഇട്ട് തന്നിരുന്നു. ഇത് ശരിയല്ല എന്ന് തോന്നുന്നു, കേട്ടിട്ടേ തന്നു. ഞാൻ പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഇവനെ കിട്ടിയില്ല. ആരാന്നും അറിയില്ലല്ലോ. ഇവരെന്തോ ഒരു സർദാർ പട്ടേൽ നീണ്ട പേരാണത്. അത് വെച്ച് ഞാൻ ഡൽഹി വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ മാറ്റി വെച്ചു, തൊട്ടില്ല. എനിക്കത് സങ്കടമുണ്ട്. കാരണം ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ തട്ടിപ്പും ആദ്യം തട്ടിപ്പ് എന്ന് പറയുന്നത് നമ്മളാണ് ആദ്യം കൊടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നെങ്കിൽ കുറേയധികം ആളുകളുടെ പണം ലാഭിക്കാമായിരുന്നു. പക്ഷെ അതിനകത്തുണ്ടായിരുന്ന CRS ഫണ്ട് ഉണ്ട് എന്നുള്ളത് കുറച്ച് വിശ്വസനീയമായി തോന്നി. പക്ഷെ നമ്മൾ ആരെയും CRS ഫണ്ട് ആരും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് ആരൊക്കെയോ ഉണ്ട് പെട്ടുപോയത്. ഇപ്പം മന്ത്രിമാരുടെ എല്ലാം പടം കണ്ടു, മുഖ്യമന്ത്രിയുടെ കണ്ടു, പ്രധാന എല്ലാം എന്തോ മഹാനാണെന്ന് പറഞ്ഞപ്പോൾ അതിന്. പക്ഷെ പെട്ടുപോയത് നമ്മുടെ AN രാധാകൃഷ്ണനും
ലാലി വിൻസെന്റ്, പിന്നെ നമ്മുടെ ഇവിടുത്തെ സായി കേന്ദ്രത്തിൽ ആനന്ദകുമാറാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കറിയില്ല അദ്ദേഹം, പക്ഷെ പലരും പറഞ്ഞു അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല അദ്ദേഹം പെട്ടുപോയതാണോ, അറിഞ്ഞുകൊണ്ട് എന്തായാലും തട്ടിപ്പ് നടത്തേണ്ട ആവശ്യമില്ല. പൈസ കൊടുത്തതിന്റെ പിന്നിലെ പ്രധാന കാരണം ഇവരൊക്കെ അതിന് ഉണ്ട് എന്നുള്ളതായിരുന്നു. അല്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് സകല പാർട്ടിക്കാരുണ്ട്, എല്ലാവരും മത്സരിക്കുമായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പം അത് പകുതി പൈസയ്ക്ക് തയ്യൽ മെഷീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കിട്ടുമല്ലേ, അപ്പൊ അതിന് ക്രെഡിറ്റ് എടുക്കാൻ ഈ പഞ്ചായത്ത് മെമ്പർമാർ മത്സരിക്കുമായിരുന്നു. എല്ലാ സ്ഥാനം പാതി വിലയ്ക്കല്ലേ. എന്തായാലും എനിക്ക് അവനോട് ബഹുമാനമാണ്. 26-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ അവന് പറ്റിക്കാൻ പറ്റും. 19-ാമത്തെ വയസ്സിൽ തട്ടിപ്പിന് ജയിലിൽ പോയി തുടങ്ങിയ ആളാണ്. 10 വയസ്സിൽ അവൻ കൂൺ കൃഷി തട്ടി 10ാം ക്ലാസ് പഠിക്കുമ്പോൾ, ഞാൻ ഇന്ന് വേറെ വായിച്ചു, 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കൂൺ കൃഷി നടത്തി പേരെടുക്കുകയും അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്തു. അല്ല, 26-ാമത്തെ വയസ്സിൽ അവൻ നമുക്കൊക്കെ പ്രധാനമന്ത്രി ഒന്ന് കാണാൻ പറ്റുമോ? അതെ, പ്രധാനമന്ത്രിക്ക് അണിയിക്കാൻ ഷോൾ അണിയിക്കാൻ പറ്റുമോ? അപ്പം ഇവൻ മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെയുള്ളവരെ, സകല മന്ത്രിമാരെയും സകല ആളുകളെയും സകല NGO കോൺഫറൻസ് പറഞ്ഞ സകലരെയും പറ്റിച്ചു. ആ പുനലൂർ സോമരാജനൊന്നും ഇതിനകത്ത് പെടാത്ത അത്ഭുത പെട്ടില്ലല്ലോ. അതൊന്നും ഈ കൂട്ടത്തിലില്ല. പക്ഷെ ആനന്ദകുമാറിന് എങ്ങനെ പറ്റിയത് എനിക്ക് പിടികിട്ടുന്നില്ല. ആരെങ്കിലും ഈ ഉന്നതരെ കാണിച്ചായിരിക്കും അവരെല്ലാം. ഈ ആനന്ദകുമാർ സായി ഗ്രാമം എന്ന് പറഞ്ഞാൽ വലിയ പ്രസ്ഥാനമാണ്. എത്രയോ പേര് താമസിക്കുന്നവരോട്. അത് മാത്രമല്ല, ആ താമസിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരുപാട് വലിയ പ്രസ്ഥാനമാണ്. അവരൊക്കെ അതിനകത്ത് പെട്ടുപോയി. അപ്പൊ ഈ സ്ഥാപനത്തൊക്കെ ലഭിക്കാനുള്ള നാളെ കിട്ടുന്ന CSR ഫണ്ട് പോലും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്തും. സായി ഗ്രാമത്തിന് എത്തും. വലിയ അല്ല, ഇപ്പൊ അദ്ദേഹം പ്രതിയായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. ഈ ട്രസ്റ്റിലുള്ളൊരു പ്രതികളാകാൻ പാടില്ല. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. ക്രിമിനൽ കേസ് പ്രതിയായ പ്രശ്നമാണ്. പ്രത്യേകിച്ച് വഞ്ചന കേസ് പ്രതിയായ പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞ അദ്ദേഹം മറ്റേ കാസർഗോഡൊക്കെ കണ്ടതാണ്ട് ഏതാണ്ട് 100 ഏക്കർ വലിയ ഹോസ്പിറ്റൽ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ എൻഡോസൾഫാൻ ബാധിതർക്ക് ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതെ അവസ്ഥ, എല്ലാം റദ്ദ് ചെയ്യപ്പെട്ടൊരു സാഹചര്യമുണ്ട്. എനിവേ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം അമേരിക്കയിലേക്ക് പോകണം. നമ്മുടെ ട്രംപിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞു. ട്രംപിന് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഗാസ അവിടുത്തെ ആളെ ഒഴിപ്പിച്ചിട്ട് ഗാസ ഏറ്റെടുക്കാൻ പോകുന്നതാണ്. എങ്ങനെ ഏറ്റെടുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഗാസ റിനോവേറ്റ് ചെയ്യുന്നു. ഇനി ഒന്നേന്ന് പരിഷ്കരിച്ച് അതിനെ വലിയൊരു കടലോര ഒരു ടൂറിസം കേന്ദ്രം റിവേരയാക്കി എടുത്ത് വലിയ സംഭവമാക്കി മാറ്റും. അവിടെ താമസിക്കുന്ന ജനങ്ങളെ ജോർദാനിലും ഈജിപ്തിലേക്കും മാറ്റി താമസിപ്പിക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷെ എത്രത്തോളം ഇത് പ്രായോഗികമാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ട്രംപ് ഈ ആശയം എനിക്കൊന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പം എല്ലാവരും തമാശയായിട്ടാണ് കരുതിയത്, നമ്മളും ഇത് ഗൗരിച്ചില്ല. പക്ഷെ ട്രംപ് നെതന്യാഹുവിനോടൊപ്പം പത്രസമ്മേളനം നടത്തിയത് പറയുമ്പം അതിനകത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ട്രംപ് പ്രസിഡന്റിന് ശേഷം ആദ്യം കണ്ട രാഷ്ട്രതലവനും നെതന്യാഹുവാണ്. അതെ, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ജോർദാനും ഈജിപ്തും ഇത് സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപ് പറഞ്ഞ മറുപടി, അതൊക്കെ അവർ സ്വീകരിച്ചോളൂ എന്നാണ്. വളരെ ഗൗരവമുള്ളൊരു മറുപടിയാണ്. ട്രംപ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു പറഞ്ഞാൽ അതൊക്കെ അവർ സ്വീകരിച്ചോളും, സമയമാവട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിന് കൃത്യമായ പ്ലാനുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഈ ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ നടക്കുന്ന സമയം, ഇപ്പം ഈ വെടിനിർത്തൽ ഹമാസിൻ്റെ വിജയവും ഇസ്രായേലിൻ്റെ പരാജയവുമാണ് എന്നാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുറേ പേര് വ്യാഖ്യാനിച്ചു. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ദാവൂദ് പാർട്ടി അജ്മൽ, അവൻ്റെ പേര് നിഷാദ, നല്ല വേറൊരുത്തനുണ്ട്, പേര് വന്നു അജ്മൽ, അത് മറന്നുപോയി ഞാൻ. നജ്മൽ കണ്ടെടുത്തിട്ടുണ്ട്. ഈ മറ്റേ ദാവൂദിനെ പോലെ തന്നെ വിഷം തീണ്ടിയ ഒരാളാണ്. നിഷാദ് റാവുത്തർ പിന്നെയും വലിയ കുഴപ്പമില്ല. ഒന്ന് റാവുത്തർമാർ പൊതുവെ ഈ വളരെ ലിബറലാണ്. എൻ്റെ പേര് സഹപ്രവർത്തനാണ് നിഷാദ്. ആണോ? അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയണ്ട. അല്ല, പക്ഷേ വേറൊരുത്തരുണ്ട്, ഞാൻ മറന്നുപോയി. അജ്മൽ അല്ല, അജിംസ്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞത്. നിലനിൽപ്പിന് വേണ്ടി പ്രശ്നമാണ്. അവർ ഈ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് മാത്രമല്ല, അതുകൊണ്ടാണ് നെതന്യാഹുവിനെ വിളിക്കാഞ്ഞെന്നും പറഞ്ഞു ട്രംപ്. സർജറി കഴിഞ്ഞ് കിടക്കായിരുന്നു ആ സമയത്ത്. അല്ല, അല്ലെങ്കിലും അവർക്ക് ആരെയും വിളിക്കുന്നില്ല അവർ. അപ്പോൾ ഇവിടെ കൃത്യമായൊരു പ്ലാൻ ട്രംപിനുണ്ട്. കൃത്യമായ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പ്രായോഗികമാകും, എങ്ങനെ ആകും എന്നുള്ള പ്രശ്നമുണ്ട്. ഈ യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ അജണ്ട ഈ ഇസ്രായേൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി സമാധാനത്തിന് നോബൽ പ്രൈസും വാങ്ങിയ ട്രംപിന് 4 വർഷമുണ്ട്. 4 വർഷം മതി ഒരു പ്രോജക്റ്റ് തുടങ്ങി പൂർത്തിയാക്കാൻ. എന്ന് മാത്രമല്ല, കൂടെ ഇവനുണ്ട്, എലൻ മസ്ക് ഉണ്ട്. മാത്രമല്ല ട്രംപ് നല്ല വിജയിയായ ബിസിനസ്സുകാരനാണല്ലോ. റിയൽ എസ്റ്റേറ്റ് രംഗം എല്ലാം പുള്ളിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം
ഇത് വലിയൊരു സംഭവമായിരിക്കും. പക്ഷെ അതെങ്ങനെ സാധിക്കും? ഇതിൻ്റെ അത് 3 കടമ്പകളുണ്ട്. ഒന്ന്, ഇത് എങ്ങോട്ട് മാറ്റി പാർപ്പിക്കും? ഈജിപ്തിൽ നിന്നും ജോർദാനെന്നും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു തോന്നൽ, സൗദിയിലേക്ക് കൊണ്ടുവന്ന് വരാം. കാരണം സൗദി ഇപ്പോൾ വലിയൊരു നഗരം പണിയുന്നൊരു മരുഭൂമിയിൽ. അവിടെ അവർക്ക് 10-20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാനോ പ്രയാസമില്ല. ഒരു ബുദ്ധിമുട്ടില്ല. അത്ര വലിയ നഗരമാണ് അത്. അത്ര വലിയ നഗരമാണ് ശരിക്കും പറഞ്ഞുകൊണ്ട്. അപ്പം സൗദിയിലേക്ക് പോയെന്ന് വരാം. അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലൂടെ ഇന്തോനേഷ്യയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപ് തന്നെ ഇവരെ പുനരധിവസിപ്പിക്കാൻ കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്താൽ ഇവരുടെ ചെലവിന് കൊടുക്കും? ആരിവരെ ഈ കൊണ്ടുപോകുന്നവരെ ഈ 4 കൊല്ലം അവിടെ പാർപ്പിക്കണമല്ലോ, ആര് ചെലവിന് കൊടുക്കും എന്നുള്ള. 18 ലക്ഷം പേരോളം കണ്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? 22 എന്നാണ് ഇതുവരെ കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ പറയുന്നത് 18 ലക്ഷം ഉള്ളൂ. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തമുണ്ട്. രണ്ടാമത്തേത്, അമേരിക്കയുടെ നികുതി പണം കൊണ്ട് റീകൺസ്ട്രക്ട് ചെയ്താൽ തിരിച്ചു വരുന്നവർ കാശ് കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ലാഭമാണ്. കാശ് വാങ്ങാൻ പറ്റില്ലല്ലോ. എവിടെ നിന്ന് കാശ് എടുത്താൽ ഐക്യരാഷ്ട്രസഭയെ കൊണ്ടോ വല്ലതും കൊടുപ്പിക്കും. ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ ഇസ്രായേലിൽ കേട്ടാലേ അവിടെ സകലതിനും അവരെതിരിക്കുന്ന ആളാണ്. അങ്ങനെ വല്ലതും ചെയ്യണം. ഞാൻ പറഞ്ഞ ഐക്യരാഷ്ട്രസഭ അങ്ങനെ വരുന്നവരെ വല്ലതും ഈ ഫണ്ട് ഏറ്റെടുക്കണം. പക്ഷെ അപ്പോൾ അവർ സമ്മതിക്കുമോ? ഇവിടുന്ന് ആളുകളെ മാറ്റി ചെയ്യിപ്പിക്കാൻ സമ്മതിപ്പിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഒരു പരിധി വരെ ഇവിടെ ട്രംപ് ഉന്നയിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഇവിടുന്ന് ആളുകളെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നു. പക്ഷേ അവർക്ക് 2 പ്രശ്നമുണ്ട്. ഒന്ന്, തിരിച്ചു കൊണ്ടുവരുന്ന ഉറപ്പെന്താണ്? അത് പ്രധാനപ്പെട്ട കാര്യം. 2 പേര് തിരിച്ചു വരുമ്പോൾ ഇവിടെ മുഴുവൻ മറ്റേ ഗംഭീര കെട്ടിടങ്ങൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ എല്ലാം കൂടെ നിരന്നിരിക്കുകയായിരിക്കും. സ്വന്തം വീട് അവിടെ കാണുമെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ട്? അല്ല, അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. തിരിച്ചു തിരിച്ചു കൊണ്ടുവരുന്ന ഉറപ്പില്ല. 1. 2, ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നത്, ഈ തിരിച്ചു വരുന്നവർ ഇവിടെ പാർപ്പിക്കുമ്പോൾ ഇവർ ഹോട്ടൽ മറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കാരണം ഇതിൻ്റെ അകത്തൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഫലസ്തീനികളെയാണ് കൊണ്ടുപോകുന്നത്, ഹമാസുകാരെ അല്ല. അതാണ് അവിടുത്തെ ചോദ്യം. അപ്പം ഹമാസിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് നല്ലൊരു ശതമാനം. അവരെന്ത് ചെയ്യും? അപ്പം ട്രംപിൻ്റെ ലക്ഷ്യം, എനിക്ക് തോന്നുന്നത്, ഈ ഒരു പദ്ധതി, നിങ്ങൾ പോകാൻ തയ്യാറാണോ? നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം. പോകാൻ തരാത്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും. ഈ ഒരു നിലപാടിലേക്ക് മാറാം. കാരണം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വലിയൊരു ഗൂഢാലോചനയുണ്ട്. ഇസ്രായേൽ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പൂർണ്ണമായും ഹമാസിനെ തുടച്ചു നീക്കിയതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു. പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഈ തുടച്ചു നീക്കണമെങ്കിൽ ടണലിൽ കയറണം. ടണലിൽ കയറാൻ ഇസ്രായേലിന് പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒഴിപ്പിക്കലൂടെ ഈ ഫലസ്തീൻ ജനതയെല്ലാം ഒഴിഞ്ഞു പോകുന്നു. ഹമാസിൽ പ്രവർത്തിക്കുന്നവർ പോകാൻ പറ്റത്തില്ല. ഇനി ഹമാസിലുള്ളവർ പോയാലും എല്ലാവർക്കും ഐഡൻറ്റിറ്റി കാർഡ് അടക്കം കൊടുത്താൽ തിരിച്ചു കൊണ്ടുവരുന്നത്, അല്ലാതെ വെറുതെ അല്ല. തിരിച്ചിവരെ പാർപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഐഡൻറ്റിറ്റി കാർഡ് കാണും, എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യാൻ സംവിധാനം കാണും. അതുകൊണ്ട് എല്ലാവരും അക്കൗണ്ടബിൾ ആയിരിക്കും. ഒരുത്തർ എങ്ങോട്ട് പോയി എന്നറിയാൻ ഇവർക്ക് പറ്റും. സംവിധാനമുണ്ട്. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാത്തൊരു കാര്യം, നമ്മളെല്ലാം കരുതിയിരുന്നത് ഹമാസ് പൂർണ്ണമായി അവിടെ ഇല്ലാതെ നാമാവശേഷമായെന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ബന്ദികളെ മോചിപ്പിക്കാൻ നേരത്ത് ഈ ഹമാസ് കൂടെ കണ്ടില്ല, നല്ല യൂണിഫോം ഒക്കെ ഇട്ട് വെൽ ഡ്രസ്സായിട്ട് വരെയാണ്. അങ്ങനെ ഹമാസ് ഇല്ലാതായെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഹമാസ് വലിയ സംഘടനയാണ്. ആ ഗാസ ഭരിക്കുന്നത് ഹമാസാണ്. അപ്പം ഹമാസിന്റെ ആളുകളെ തെരഞ്ഞു പിടിച്ചു കുറേവരെ കൊന്നു എന്നല്ലാതെ, നേതാക്കന്മാർ പലരും പോയി എന്നല്ല. ഹമാസിന്റെ പ്രവർത്തനം എവിടെയാണ്? വളരെ കൃത്യമായി തുരങ്കത്തിൻ്റെ അകത്താണ്. ഈ തുരങ്കത്തിലാണ് നേതാക്കൾ. അപ്പോൾ അവരെല്ലാം ഉണ്ട്. അവരെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ എളുപ്പത്തിൽ, കാരണം ജനങ്ങൾ ഭൂരിഭാഗവും ഹമാസ് വോട്ട് ചെയ്യുന്നവരാണല്ലോ, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഈ ഹമാസിനെ തുടച്ചു നിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഈ പദ്ധതി ഇട്ടിരിക്കുന്നത്. പക്ഷേ 3-4 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് എന്നോട് നീ മാറി പാർക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോകുമോ? എനിക്കിതിനെക്കാട്ടും നല്ല സുന്ദരമായ കെട്ടിടം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. നമ്മൾ പലരും പോവില്ല. ആദിവാസികളെ മാറ്റി പാർപ്പിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അവർ ടെറസുകളുടെ വെച്ചു കൊടുത്തിട്ട് പോലും പലരും അങ്ങോട്ട് താമസിക്കാൻ പോയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ സാധ്യമാകും? ഇവർ പോകുമോ? പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റൊരു എടുക്കുമോ? എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ 2 ചോദ്യമുണ്ട്. 3, ഇതിൻ്റെ കോസ്റ്റ് ആര് വഹിക്കും? റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലും പലരും ഇപ്പോൾ എതിർപ്പായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ. എന്തിനാണ് നമ്മൾ അമേരിക്കയുടെ ടാക്സ് പെയറിന്റെ പൈസ എടുത്ത് ഈ ഗാസയിൽ നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്നത്? അല്ല, അങ്ങനെ ഒരു നിലപാട് അയാൾ എടുക്കൂല. അയാൾ എന്തെങ്കിലും ലാഭക്കണ്ണ് കാണാതെ, ബിസിനസ്സുകാരനാണ്, കച്ചവടക്കാരനാണ്. അപ്പോൾ അതൊന്നും എനിക്ക് തോന്നുന്നില്ല അയാൾ ലാഭക്കണ്ണ് കാണാതെ ഇത് ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നുമില്ല. എന്തെങ്കിലും ലാഭക്കണ്ണ് അയാൾക്ക് ഉണ്ടായിട്ട് തന്നെയാവും അയാൾ ചെയ്യുന്നത്. പക്ഷേ ഈ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മാത്രമേ
ഇതിന് പരിഹാരം ഉണ്ടാകാൻ പറയുന്നത്. മറ്റ് ലോക രാജ്യങ്ങൾ ഇതിനോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ലോക രാജ്യങ്ങളെല്ലാം എതിരാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ കൃത്യമായി പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ ഈ നീക്കത്തെ അനുകൂലിക്കുന്നു. സൗദി അറേബ്യ എത്തിയിട്ടുണ്ട്, അപ്രായോഗികമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര സാധ്യമല്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു അജണ്ടയുണ്ട്. അതില്ലാ ചെയ്യില്ലല്ലോ എന്തായാലും. കാരണം ഇത് നെതന്യാഹുവും ട്രംപും കൂടി ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകണമെങ്കിൽ, ഇങ്ങനെ ഒരു ചർച്ച നടത്തണമെങ്കിൽ തീർച്ചയായും ഇതിന് പിന്നെ ഒരു ഗൂഢാലോചന, ഒരു പക്ഷേ ഹമാസിനെ തുറന്നു കാട്ടാൻ വേണ്ടി ഒരു ഗൂഢാലോചനയുടെ ഭാഗമാവാം. മനുഷ്യരെല്ലാം അവിടെ നിന്ന് പോകുന്നു, തീവ്രവാദികൾ അവിടെ നിലനിൽക്കുന്നു. ആ ലെവലിലേക്ക് കൊണ്ടുവരാനും ഒരു എന്താ പറയുന്ന ഒരു പരിഹാരം കണ്ടെത്താനുമായിട്ടുള്ള, അതായത് ഒരു എന്താ പറയുക, ഒരു സംവിധാനം കണ്ടെത്തി നമുക്കൊരു പരിഹാരം, ഒരു എന്താ പറയണേ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യണ്ടേ എന്ന് വെച്ച് ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് പോകാനും ഉള്ള നീക്കമാവാം, അല്ലേ? അതെ. ഐക്യരാഷ്ട്രസഭ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനെതിരെ തന്നെയാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇസ്രായേലിന് എതിരായ എന്ത് കാര്യം വന്നാലും പ്രളയം വന്നാലും അവിടെ അവതരിപ്പിക്കും. അതല്ലാതെ അവിടുത്തെ നല്ലത് വരണം ഒരു കാര്യത്തിന് ഇവർ കൂട്ടിയിരിക്കുന്നതുമില്ല. അപ്പോൾ ആരൊക്കെ ഇവരെ അനുകൂലിക്കുന്നുള്ള വളരെ പ്രധാനമാണ്. ഇതെങ്ങനെ സാധ്യമാകുമെന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് ഇത്. ഈ പറയുന്ന 3 ഘടകങ്ങൾ, ഒന്ന് അപ്പോൾ ഈ സ്വീകരിക്കുന്ന കാര്യത്തിൽ അയാൾ പറയുന്നുണ്ട് അവർ സ്വീകരിക്കും, ഈജിപ്ത് ഉറപ്പ് പറയാണ്. അപ്പോൾ രാജ്യങ്ങൾ പരസ്യമായിട്ട് അവർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവും സ്വീകരിക്കുന്ന കാര്യത്തിൽ. പക്ഷേ ഏത് നിയമം അനുസരിച്ച് ഇവർ ഒഴിപ്പിക്കുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്, അന്താരാഷ്ട്ര നിയമമുണ്ട്. അല്ല, ഒരു രാജ്യത്തിന് ഞാൻ സംശയിച്ചോളൂ, ഒരു രാജ്യത്തിന് വേറെ രാജ്യത്ത് നിന്ന് ഇതുപോലൊരു സ്ഥലം ഏറ്റെടുത്ത് ശരിയാക്കാനുള്ള റൈറ്റ് ഉണ്ടോ? അല്ല, അമേരിക്ക ഒരു രാജ്യത്തെ ഭൂമി അവർ വിറ്റുകൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ട്രംപുമായിട്ട് എന്തെങ്കിലും ചർച്ച നടത്തിയിട്ട് ഈ രാജ്യങ്ങൾ ഈ ഭൂമി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ വേറൊരു രാജ്യത്ത് കടന്നു കയറി ഇങ്ങനെ ചെയ്യാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുശാസിക്കുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം ചോദിച്ചോട്ടെ, ഇറാഖിൽ കയറി ഇവരടിച്ച് തകർത്ത് തരിപ്പണമാക്കി സർക്കാരിനുണ്ടാക്കി, പുതിയ സർക്കാരിനുണ്ടാക്കി കൊടുത്ത് അവിടുത്തെ പ്രസിഡന്റിനെ കൊന്നത് നിയമം അനുസരിച്ചിട്ടാണോ? അഫ്ഗാനിസ്ഥാനിൽ പോയി അവർ താലിബാനെ അടിച്ച് തല്ലി ഓടിച്ച് അവിടെ കംപ്ലീറ്റ് കുളവാക്കിയിട്ട് വീണ്ടും ആ താലിബാൻ വീണ്ടും താലിബാൻ ഓടി രക്ഷപ്പെട്ടത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ലിബിയയിൽ പോയി ഗദ്ദാഫിയെ തട്ടിക്കളഞ്ഞ് അവിടെ മുഴുവൻ ഓയിൽ പാടങ്ങൾക്ക് മുഴുവൻ ഇതിട്ടത് ഇവർ പറഞ്ഞിട്ടാണോ? അപ്പം അമേരിക്ക തത്വന്യായമൊന്നുമില്ല. അവർ നാളെ ചെയ്യാൻ തീരുമാനിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗോലൻ കുന്നുകൾ ഇസ്രായേൽ പിടിച്ചെടുത്തു, സിറിയയുടെ കൈവശമുണ്ട്. ആരെങ്കിലും ഒരു അക്ഷരം അതിനെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഈ ഹമാസന്മാർ പോലും ഒന്നും വേണ്ടിയിട്ടില്ല. ഇസ്രായേലിന്റെ ഭാഗമായി. ഇപ്പൊ ഇസ്രായേലിന്റെ വലിപ്പം കൂടി യുദ്ധം തുടങ്ങി. ഇവന്മാർ പറഞ്ഞ് ഇസ്രായേൽ നിലനിൽപ്പിന് പോരാടുവന്ന്. ഇസ്രായേലിന്റെ വലിപ്പം കൂടി. അതുകൊണ്ട് അമേരിക്ക തീരുമാനിച്ചതാണ്. അല്ല, എനിക്കിപ്പോഴും വേറൊരു സംശയം തോന്നുന്നത്, ഇപ്പം ട്രംപ് ഈയിടെ സ്വീകരിക്കുന്ന പല നിലപാടുകളോടും ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ എതിർപ്പ് പറയുന്നുണ്ട്. ഒന്ന്, ഈ അനധികൃത കുടിയേറ്റക്കാരെ അവരെ കൈയും കാലിലൊക്കെ വിലങ്ങ് വെച്ച് അവരെ നാട്ടിലേക്ക് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പേരിൽ വലിയ വിമർശനം ട്രംപ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. മറുവശത്ത് ഇനി ഇത്തരം ഒരു വിഷയം കൂടെ ആകുമ്പം അതിനെങ്ങനെ അമേരിക്ക നേരിടും എന്നുള്ളതാണ്. അല്ല, ഇതിൻ്റെ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ഈ മറ്റ് രാജ്യങ്ങൾ പോലല്ല. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ഇനിയിപ്പോൾ ഇയാൾക്ക് പ്രസിഡന്റ് ആകാൻ പറ്റത്തില്ല. നല്ല ചുള്ളനായിട്ട് ക്ലിൻ്റൺ നടക്കാൻ തുടങ്ങി എത്ര കാലമായി, അല്ലെങ്കിൽ ഒബാമ. അപ്പോൾ ഇവർക്കൊന്നും ഈ 2 ചാൻസ് കഴിഞ്ഞാൽ പിന്നില്ല. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് കിട്ടിയിരിക്കുന്ന ഈ 5 കൊല്ലം എന്ന് പറയുന്നത് റാഡിക്കലായ ചേഞ്ച് നടത്തുക എന്നുള്ളതാണ്. അപ്പം ട്രംപിന് അടിസ്ഥാനപരമായി ട്രംപ് ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് വോക്കിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയം പലയിടങ്ങളിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പം സ്വീഡനിൽ ഇപ്പോൾ ഇന്നലെ ഒരു വെള്ളക്കാരനായ വംശീയവാദിയാണ് കഴിഞ്ഞ ദിവസം 10 പേരെ വെടിവെച്ചു വന്നത്. അതിന് മുമ്പ് സ്വീഡനിൽ കലാപം നടന്നിട്ടുണ്ട്. സ്വീഡനിലെ ബ്രസൽസിൽ എല്ലായിടത്തും പൊതുവെ വളരെ സമാധാനമായി ജീവിക്കുന്ന ഉണ്ടായിരുന്നു. ഹോളണ്ടിൽ ഒക്കെ ആക്രമണം നടക്കുന്നുണ്ട്. അപ്പം ഇവിടെയെല്ലാം ഈ വലത് റൈറ്റ് വിങ്, ഈ വോക്കിസത്തിനെതിരായിട്ടുള്ള റൈറ്റ് വിങ് പാർട്ടി പ്രാപിക്കും. ഇപ്പം ഫ്രാൻസിൽ നേരത്തെ തന്നെ ലിപ്പൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് നേതൃത്വം കൊടുക്കുന്നത്. അവർ നേരത്തെ തന്നെ ഫ്രാൻസിൽ അവർ ടോപ്പിലെത്തിയിരുന്നു. അതായത് കഴിഞ്ഞ തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവരങ്ങ് കഷ്ടി തോറ്റെന്നേ ഉള്ളൂ. ജർമ്മനി ഇപ്പോൾ 2ാമത്തെ വലിയ പാർട്ടിയാണ് വന്നിരിക്കുന്നത്, ഒരു വംശീയ പാർട്ടിയാണ്. നെതർലൻഡ്സ് ഭരിക്കുന്നത് വലത് വംശീയ പാർട്ടിയാണ്. ബ്രിട്ടനിൽ അല്ല, ഇപ്പം ലേബർ പാർട്ടിയാണ്, അവർ വോക്കിസ്റ്റ് പാർട്ടിയാണ്. അതായത് ഈ അവിടെ ബ്രിട്ടനിൽ പരമ്പരാഗതമായിട്ട് 3 രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. ഒന്ന് ലേബർ പാർട്ടി, ലെഫ്റ്റ് ലിബറൽ. 2 കൺസർവേറ്റീവ് പാർട്ടി, റൈറ്റ് വിങ്. പിന്നെ ലിബറൽ ഡെമോക്രാറ്റുകൾ എന്നൊരു പാർട്ടിയുണ്ട്. 2ൻ്റെ ഇടയിൽ ലിബ്ഡംസ് എന്ന് പറയും. ഇങ്ങനെയായിരുന്നു. ഈ ലിബ്ഡംസിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ റൈറ്റ് വിങ് ആയ കൺസർവേറ്റീവ് പാർട്ടിക്ക്, ടോറികൾ എന്ന് വിളിക്കും, അവർക്കും
ഈ വലതുവംശം പോരാ എന്നൊരു തോന്നൽ. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് റൈറ്റ് വിങ്ങിൻ്റെ ഭാഗം കോൺഗ്രസും ലെഫ്റ്റ് CPM ഇടതുപക്ഷമായിരുന്നൊരു കാലത്ത് ഈ കോൺഗ്രസിൻ്റെ റൈറ്റ് വിങ് പോരാത്തതുകൊണ്ട് BJP രൂപപ്പെട്ടു വന്നത്. തീവ്രത പോരാത്തത്. ഈ അതേപോലെ തന്നെ ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ തീവ്രത പോരാ എന്ന് പറഞ്ഞുണ്ടായി ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം കൺസർവേറ്റീവ് തന്നെ ഋഷി സുനോക്കൊക്കെ ആയിരുന്നു അവരുടെ നേതാവ്. അതെ. അപ്പോൾ ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ തീവ്രത പോരാന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിയാണ് നൈജൽ ഫറേജ് എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ ഇലക്ഷന് വലിയ നിർണായക അയാളാണ് അസൽ കൺസർവേറ്റീവ് പാർട്ടിയെ തോൽപ്പിച്ചത്. ഒരുപാട് വോട്ട് നേടി. അപ്പോൾ ഈ നൈജൽ ഫറാജിന്റെ റിഫോം UK എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അതിപ്പോൾ ഉണ്ടാക്കിയതാണ്, ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് ഉണ്ടാക്കിയതാണ്. ആ പാർട്ടിയെ പേടിച്ചാണ് വാസ്തവത്തിൽ ഋഷി സുനക് നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. പെട്ടെന്ന് സ്വീകാര്യത ഉണ്ടായി. അപ്പം ഈ പാർട്ടി ഇമ്പാക്ട് ഉണ്ടാക്കുകയും ഇനി വരാൻ പോകുന്ന ലോക്കൽ ഇലക്ഷൻ അവർ ജയിക്കാൻ സാധ്യതയുണ്ട്, കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കും. കാരണം ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ട്. എന്ന് മാത്രമല്ല മിനിഞ്ഞാന്നത്തെ സർവേ ഇപ്പം 3 പാർട്ടികൾ മുമ്പിൽ നിൽക്കുന്നത് ലേബർ പാർട്ടിയേക്കാൾ ഒപ്പീനിയൻ പോളിൽ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഈ ഫറാജിന്റെ റിഫോം UK ആണ്. അപ്പം ഇത്തരത്തിൽ വലത് വംശീയത ഉയർന്നു വരാൻ കാരണം ഈ ലെഫ്റ്റ് ലിബറൽ ഐഡിയോളജിയാണ്. അപ്പോൾ ഇതെല്ലാം എല്ലായിടത്തും. അപ്പം ട്രംപ് അതിൻ്റെ ആളാണ്. അപ്പം ട്രംപ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കഴിയുന്നത്രയും ചെയ്യുക, എന്തേരം ചെയ്യാൻ കഴിയൂ അത്രയും ചെയ്യുന്നുണ്ട് ട്രംപിൻ്റെ നിലപാട്. അല്ല, അവരുടെ ഈ മോക്കിസ്റ്റുകൾ കൊണ്ടുവന്ന DIE എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, DEI, അതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം റദ്ദാക്കുകയാണ് ഇപ്പം ട്രംപ് ഓരോന്നോരോന്നായിട്ട്. ചിലതൊക്കെ കടന്ന കൈയാണ്. ഞാൻ പറഞ്ഞത് ട്രാൻസ്ജെൻഡർ കാര്യത്തിലുണ്ട്. അവർ പറഞ്ഞ അങ്ങനല്ല ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതുപോലെ എനിക്ക് ട്രംപിനോട് മതിപ്പ് തോന്നിയൊരു കാര്യം, ഇപ്പം ഈ ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലും ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കണം. ഇസ്രായേലുകാർക്ക് സമാധാനത്തോടെ ജീവിക്കണം, ഫലസ്തീനികൾക്ക് സമാധാനത്തോടെ ജീവിക്കണം. അത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. 2 രാജ്യങ്ങളാക്കുക. ഫലസ്തീൻ ഈ ഇസ്രായേലിൻ്റെ മേലുള്ള അവകാശവാദം വേണ്ടെന്ന് വെച്ച് ഒരു സ്വതന്ത്ര രാജ്യമായി അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ സൗകര്യം കൊടുക്കും. ഇത് മാത്രമേ ഉള്ളൂ. അതിന് ശ്രമം നടത്താം. പക്ഷേ ഫലസ്തീനികളെ ഒഴിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ എളുപ്പമുള്ള കാര്യമായി തോന്നുന്നില്ല. എന്തായാലും അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ ബഷീർ വള്ളിക്കുന്നന്മാരെ അലറി വിളിക്കുന്നുണ്ട് വിമാനത്തിൽ കയറ്റി വിട്ടു എന്നുള്ള വാർത്ത. ഒന്ന്, ഈ വിമാനത്തിൽ കാലും കൈയും കെട്ടി കയറ്റി വിട്ടു എന്ന് പറയുന്നതൊരു ആരോപണം മാത്രം, അത് ശരിയാണോ എന്ന് ഉറപ്പില്ല. പറഞ്ഞ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഫാബ്രിക്കേറ്റഡ് ആണെന്നുള്ള. 2, ഇവർ പറയുന്നത് മാതിരി അല്ല. യാത്രാ വിമാനത്തിൽ ഒരാളെ കയറ്റി വിടുന്നതിൻ്റെ 3 ഇരട്ടി ചെലവ് കൂടുതലാണ് ഈ സൈനിക വിമാനത്തിൽ. സൈനിക വിമാനം സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇന്ധന ചെലവ് ഏറെയുള്ള വിമാനമാണ്. ഈ ഒരു വിമാനം വാങ്ങുന്ന പൈസ ശ്രീലങ്ക പോലുള്ള രാജ്യത്തിന്റെ പ്രതിവർഷ വരുമാനത്തിനേക്കാളും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാരണം സാങ്കേതികമായി യാത്രാ വിമാനത്തിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഇവരെ യാത്രാ വിമാനത്തിൽ കയറ്റി വിടാൻ തീരുമാനിച്ചാൽ ഇവരെ കയറ്റി വിടുക നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നടത്തില്ല. അതായത് ഞാൻ പറഞ്ഞത് ലണ്ടനിൽ പോയിട്ട് എൻ്റെ വിമാനത്തിൽ ഒരാളെ കയറ്റി വിടാൻ പോകുന്ന കാര്യം അന്ന് പറഞ്ഞു. ഒരു മലയാളി തിരിച്ചിറങ്ങി പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? അവൻ ഇരിക്കുന്നില്ല, അവൻ ക്യാപ്റ്റൻ പറയുന്നത് സാധ്യമല്ല. അപ്പം യാത്രാ വിമാനത്തിന് ഒരുപാട് സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ഇവരെ കയറ്റിവിടാൻ പറ്റത്തില്ല. ഈ പറഞ്ഞാൽ പണി കാണിച്ച സൈനിക വിമാനത്തിന് ഒരു വിഷയവും. അപ്പം സൈനിക വിമാനത്തിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതിന് സീറ്റൊക്കെ ഘടിപ്പിച്ചവർ പറയുന്നത് അറിയില്ല. സൈനിക വിമാനത്തിൽ ഇവരെ കയറ്റിവിട്ടാൽ മാത്രമേ ഇത് സാധിക്കും. ഇന്ത്യയുടെ വിമാനങ്ങളുണ്ടാവാം. അപ്പോൾ രാജ്ഭവൻ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ ഈ കരയുന്നവർ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, അമേരിക്കയിൽ നിയമവിരുദ്ധമായി വന്നവരാ. ഇവരാരും കോട്ടും സൂട്ടും ഇട്ട് സൂട്ട് കേസും കൈ പിടിച്ച് അവിടെ പോയവരല്ല. ഇവർ കള്ളവണ്ടി കയറി പോയവർ. ഒന്നുകിൽ ഇവർ വിസിറ്റിംഗ് വിസയിൽ അവിടെ പോയി മുങ്ങിയവരാണ്. വിസിറ്റിംഗ് വിസ നമുക്കിപ്പം ഞാനിപ്പം അവർ വളരെ എളുപ്പത്തിൽ വിസിറ്റ് വിസ തരും. അമേരിക്ക പൊതുവെ നമ്മുടെ പശ്ചാത്തലമൊക്കെ നോക്കിയിട്ട് വിസ തരും. 10 വർഷത്തേക്കൊക്കെ വിസ തരുന്നുണ്ട്. ഈ വിസിറ്റിംഗ് വിസ പോയി 6 മാസം തിരിച്ചു വരണമെന്നുണ്ട്. 10 വർഷം കിട്ടും. പക്ഷെ 6 മാസം തിരിച്ചു വന്നിട്ട് വീണ്ടും പോകണം. ഇവരിൽ പലരും അങ്ങ് മുങ്ങും. ആ വിസിറ്റിംഗ് വിസയിൽ എത്തുന്ന പലരും, ഈ വിസിറ്റിംഗ് വിസയിൽ എത്തുന്ന പലരുടെയും പ്രശ്നം, വീടുകളിൽ ജോലി ചെയ്യാൻ ആളെ നിർത്തണം. ഈ വീടുകളിൽ ജോലി ചെയ്യാൻ അവിടുത്തെ വരുമാനം, അവിടുത്തെ ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നാട്ടിലേക്ക് ഒരു 50,000 രൂപ വെച്ച് മാസം കൊടുത്താൽ ഇവിടെ ഒരാളെ കൊണ്ട് നിർത്താൻ വിസ കിട്ടത്തില്ലല്ലോ. അപ്പം ബന്ധുവാണെന്നോ വല്ല പേപ്പർ ഉണ്ടാക്കിയിട്ട് വിസിറ്റ് വിസയോടെ കൊണ്ടുവരും, ജോലിക്കാരെ കൊണ്ടുവരും. എന്നിട്ട് അവരവിടെ വീട്ടിൽ താമസിക്കും, വീട്ടിലെ ജോലി ചെയ്യും, സുഖം, നാട്ടിൽ ശമ്പളം കൊടുക്കും. അപ്പോൾ ഈ വരുന്നവരൊക്കെ വിസിറ്റിംഗ് വിസയിലാണ്. ഇങ്ങനെ വരുന്നവരുണ്ട്. ഇനി അതല്ല, ആരുടെയെങ്കിലുമൊക്കെ കെയർ ഓഫ് വന്നിട്ട് എന്നിട്ട് ഇവർ ബ്ലാക്കിൽ പണിയെടുക്കുക. അതായത്
പെട്രോൾ പമ്പുകളിലെ ഗ്യാസ് സ്റ്റേഷനിലൊക്കെ പണിയെടുക്കുന്നത്. ഇവിടുന്ന് ഇവരോട് കലാകാരന്മാർ പണ്ട് ഇങ്ങനെ അവിടെ മുങ്ങി നടന്ന് അവിടെ ജോലിക്ക് പോയാലുണ്ടെന്ന് എത്ര പത്രക്കാരുണ്ട്, പത്രക്കാരുണ്ട് എനിക്കറിയാമല്ലോ. അതായത് ലണ്ടനിൽ നടന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ 2 പത്രക്കാരെ 20-25 കൊല്ലം മുമ്പ് അവിടെ മുങ്ങി, എനിക്കറിയാവുന്നവരാ. ഇപ്പോൾ അവർ അവിടെ വലിയ ആളുകളാണ്. അതൊക്കെ പറഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ അവർ വിസയൊക്കെ ശരിയാക്കി അവർ വലിയ സംവിധാനമാണ് അവരുടെ. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇത്. അപ്പോൾ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ എങ്ങനെയെങ്കിലും ചെയ്താൽ അവർക്ക് രക്ഷപ്പെട്ടു പോകാം. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എനിക്കൊരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന് കരുതുക. എനിക്കൊരു പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ എൻ്റെ പരിചയത്തിൽ ആരെങ്കിലും വിളിച്ച് പറയടാവേ നമ്മുടെ ഒരു പയ്യനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പണിയെടുത്തോളാൻ പറയും. അപ്പോൾ ഞാൻ കാശിന് ഹാൻഡേ കൊടുക്കത്തുള്ളൂ, കാശ് അക്കൗണ്ടിലില്ല. അപ്പോൾ ഒരു കണക്ക് തെളിവില്ല, ഒരു തെളിവില്ല. സർക്കാർ നഷ്ടമാണ്, നികുതിയില്ല, കള്ളപ്പണ ഇടപാട് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇന്ത്യക്കാർ തന്നെ ഏതാണ്ട് 2 ലക്ഷത്തോളം ഉണ്ടെന്ന് പറയും. വന്നതിൽ ഭാഗ്യത്തിന് മലയാളികൾ അരീക്കൂട്ടത്തിലില്ല, വന്നിട്ടില്ല. അപ്പം ഇവരെ തൂത്ത് പറക്കി ഇവരെ ഇപ്പം തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വിസ ഇല്ലാതെ അവിടെ വന്ന് തട്ടിയവരെ അവർക്ക് അപ്പോൾ ഇവർ ചിലരൊക്കെ ചോദിക്കുന്നത് സൗദി അറേബ്യ, സത്യത്തിൽ ഇവരൊക്കെ പറഞ്ഞ സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലും വിസ ഇല്ലാത്തതിനെ പിടിയിട്ട് അപ്പം തന്നെ ജയിലില്ല. പിന്നെ വല്ലപ്പോഴും അവർ പൊതുമാപ്പ് കൊടുത്ത് കുറച്ചുവരെ വിടും. ഒരു രാജ്യത്തും അംഗീകരിക്കില്ലല്ലോ, ഗൾഫിലാണ് ഏറ്റവും ക്രൂരം. വല്ലപ്പോഴും പൊതുമാപ്പ് കൊടുത്ത് കുറച്ചുവരെ വിടും. ഈ പൊതുമാപ്പ് കൊടുത്ത് വിടുമ്പോൾ അവർ ജയിലിൽ നിന്ന് പുറത്തു വിടുവാണ്. ആ സമയത്ത് പോകുന്ന അല്ല വീണ്ടും അവർ ജയിലിലാണ്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ജയിലിലടയും പരിപാടിയൊന്നും ഇല്ല, നിയമമൊന്നുമില്ല. കിട്ടുന്നവരെ തിരിച്ച് കയറ്റി വിടുന്നു. അവർ കാശ് മുടക്കി കയറ്റി വിടുന്നു. ഗൾഫിലൊന്നും ആരും കാശ് മുടക്കത്തില്ല. വേണ പൊക്കണം, നീ പോണ പൊക്കണം, ഇല്ല നിന്നെ ഞങ്ങൾ പിടിച്ചകത്തിടും. പുറത്ത് സംഘടനകളാകും പലപ്പോഴും പൈസ എങ്ങനെയെങ്കിലും വരും. അപ്പോൾ ഇവരെ പിടിച്ച് തിരിച്ചകത്തിടും. അവിടെയാണ് ഒട്ടും മനുഷ്യത്വമില്ലാത്തത്. എന്നിട്ട് പറയാണ് ഇവർ കയ്യിലിരിക്കുന്ന കാശ് മുടക്കിയാണ് ഇവരാളെ പറഞ്ഞു വിടുന്നത്. അവർ സ്വന്തം വിമാനത്തിൽ ഫ്രീ ആയിട്ട് കയറ്റി വിടും, 1 രൂപയുടെ മുടക്കില്ല. അല്ലെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ വാർത്ത ശ്രദ്ധിക്കാൻ മനസ്സിലായി വെനിസ്വേല പോലുള്ള രാജ്യങ്ങൾക്കകത്ത് അതിഭീകരമായ ക്രിമിനലുകളായിരുന്നു അമേരിക്കയിൽ വന്ന് പെട്ടത്. വെനിസ്വേലയിലും എൽ സാൽവദോറും കൊളംബിയയും ഈ 3 രാജ്യങ്ങൾ, ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പ്രത്യേകത അറിയാമല്ലോ, അവിടെ ഈ മാഫിയ ശക്തമാണ്. അപ്പോൾ ഈ ഗാങ്സ്റ്റേഴ്സ് ഇവിടെ വന്നിട്ട് നടത്തുവാണ്. അവന്മാരെല്ലാം കൂട്ടിക്കെട്ടി വിടുക. അപ്പോൾ അവർ പുതിയൊരു പരിപാടി കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ എൽ സാൽവദോറുമായിട്ടൊരു നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനാണ്. അതായത് ഇയാൾ 2 പ്രശ്നം നേരിട്ടു. ഇപ്പോൾ കൊളംബിയ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചില്ല, തിരിച്ചു വിട്ടു. അപ്പോൾ അവർ താരിഫ് ഏർപ്പെടുത്തി, കൊളംബിയ കീഴടങ്ങി കൊണ്ടുപോയി. ഇനി താരിഫ് ഏർപ്പെടുത്തിയാലും കുഴപ്പമില്ലാന്ന് വെക്കുന്നത് 1. 2 ഇപ്പോൾ ഒരു ബന്ധമില്ലാത്ത വെനിൻസുല അല്ലെ ക്യൂബ. ഈ വെനിൻസുലയും ക്യൂബയും തമ്മിൽ അമേരിക്കയ്ക്ക് ബന്ധമില്ല. അപ്പം ഇവരെ എങ്ങനെ കയറ്റിവിടും? കാരണം ഇവിടെ നിന്നുള്ള വിമാനം അവിടെ ലാൻഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ലല്ലോ, ഒരിക്കലും ഇല്ല. ക്യൂബ വിരുദ്ധനാണല്ലോ. ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഓർത്തന്നെ ഒന്ന് സമയം ട്രംപ് ബുദ്ധി കണ്ടുപിടിച്ചു. എൽ സാൽവദോറിൽ പോയി അവിടുത്തെ പ്രസിഡന്റിനെ കണ്ടു, ഇവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി. എന്നിട്ട് അവിടുത്തെ ജയിൽ, ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധമായ ജയിലാണ് എൽ സാൽവദോർ. അവിടുത്തെ ജയിൽ വാടകയ്ക്ക് എടുക്കുക, വാടക കൊടുക്കും. എന്നിട്ട് അമേരിക്കൻ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെയും, കാരണം ഇവിടെ ചിലവാണല്ലോ കൂടുതലാണോ, കുറ്റവാളികളെയും രാജ്യം സമ്മതിക്കാത്ത രാജ്യങ്ങൾ, അതായത് അനധികൃത കുടിയേറ്റക്കാരെ ഏതെങ്കിലും രാജ്യത്തേക്ക് കയറ്റിയേക്കും അവർ സമ്മതിക്കുന്നില്ല, അവരെ ഇങ്ങോട്ട് വിടുക. അപ്പം ഇപ്പോൾ ക്യൂബയിൽ അല്ലെങ്കിൽ വെനിസ്വേലയിലേക്ക് കയറ്റി വിടാൻ വേണ്ട അവർ പറ്റത്തില്ലെന്ന് വെച്ചോളൂ. ശരി, വേണ്ടാന്ന് പറഞ്ഞ് ഇവന്മാരെ കൊണ്ട് ഈ ജയിലിൽ അടയ്ക്കും. എൽ സാൽവദോറിലെ ജയിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പണം കാണണം. പുറവശത്തേക്ക് കൈ കെട്ടിയിട്ട് മുട്ടയെ കുത്തി അടുക്കി മത്തി അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ മറ്റേ ക്യൂബയിലെ ജയിലല്ലോ, അല്ല എൽ സാൽവദോർ എന്ന് വേറെ രാജ്യമുണ്ട്. അവിടെ മറ്റേ ഗാൻഡിനോബേ, ആ ഗാൻഡിനോബേ അതല്ല, ഇതിങ്ങനെ അവസ്ഥയാണ്. ഈ എൽ സാൽവദോറിലെ ആ രാജ്യത്തിന്റെ ജയിലാണ്. ആ ജയിൽ വാടകയ്ക്ക് എടുക്കുക. ഇത് വല്ലാത്തൊരു ഐഡിയ ആണ്. അപ്പോൾ ആ രാജ്യത്തെ വാടകയ്ക്ക് എടുത്തു കഴിയുമ്പം അമേരിക്ക എന്ത് ചെയ്യേണ്ടത്? ഈ ജയിലിന് വാടക കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവന്മാരാകപ്പാടെ പെടും. കാരണം അവർക്ക് താല്പര്യം എന്നതാ, ആ എൽ സാൽവദോർ ജയിലിൽ പോകുന്നതാണോ തിരിച്ച് ക്യൂബയിൽ പോകുന്നതാണോ നല്ലത്? അപ്പോൾ ക്യൂബ തരാൻ പറയുകയാണെങ്കിൽ കൊണ്ടുവിടും, അല്ലെങ്കിൽ പൊക്കോളാൻ പറയും, കൊണ്ടേ വിടേണ്ട കാര്യമില്ല. അതെ, ഗൊണ്ടരാമബയിൽ ഇഷ്ടം പോലെ സ്ഥലം അത് ഏതാണ്ട് 800 പേർക്കും കണ്ട് സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെ എതിർക്കാൻ പറ്റും? അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അയ്യോ അതോ അവിടെ കണ്ണ് കെട്ടി കാത് കെട്ടിയത് എങ്ങനെ എതിർക്കാൻ പറ്റും? നിയമവിരുദ്ധമായി ആരും ഒരു രാജ്യത്തും താമസിക്കുന്നത്. പാർലമെന്റിലെ ഡോക്ടർ ജയശങ്കർ വിദേശകാര്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ നിയമം അനുസരിച്ചാണ് ചെയ്യുന്നത്. അവരുടെ നാട്ടിൽ നിയമവിരുദ്ധമായ നടപടി ചെയ്താൽ ആരുടെ നിയമം അനുസരിച്ച കാര്യം നമ്മളും അങ്ങനെ തന്നെയാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ പോളിസി അതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ തിരിച്ചയക്കണം. അവരുടെ മുമ്പിൽ ഫസ്റ്റ് ഓപ്ഷൻ നീ ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്നു, നിനക്ക് തിരിച്ചു പോകാം. നീ പോകത്തില്ല, ഞങ്ങൾ കൊണ്ടുവിടും. നീ പോകുന്നത് വരെ നിന്നെ ഞങ്ങൾ ജയിലിലടയ്ക്കും. നീ പോകത്തില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ
ഇത് ജയിലിലാക്കി. അത് ഈ ജയിൽ ഭീകരമാണ്, നരകം തന്നെ ജീവിക്കാനേ പറ്റത്തില്ല. അപ്പം അത് ശരിക്കും നരകമാണ്. ഭൂമിയിലെ നരകമാണ് എൽ സൽവാദോറിലെ ജയിൽ. ഞാൻ എൽ സൽവാദോറിലെ ജയിലിനെ കുറിച്ച് ഇടയ്ക്ക് കലാപുണ്ടായിട്ട് പരസ്പരം അടിച്ചും കുത്തിയും ചാവും. ഇവന്മാർ ഇടപെടത്തില്ല. കുറെ പേരെ ചാവട്ടെ നോക്കും, ഇവരല്ലോ പരസ്പരം ജയിൽ പുള്ളികളില്ലേ. കോങ്കോയിൽ സംഭവിച്ച പോലെ കോങ്കോയിലെ ജയിൽ തകർക്കുകയാണ് ചെയ്തത്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് കൃത്യമായ പ്ലാനുണ്ട്. ട്രംപ് തീരുമാനിച്ചതാണ്, നടപ്പിലാക്കാൻ ട്രംപിന് അറിയാം. അതാണ് ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നും. ട്രംപ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നമ്മളീ പറഞ്ഞ മാതിരി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എങ്ങനെ സാധിക്കും ഈ ഫലസ്തീനികളെ, ഗാസയിലെ ആളുകളെ എങ്ങനെ കുടിയിറക്കാൻ കഴിയുമെന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് പ്രായോഗികമാണ്. പിന്നെ ട്രംപാണ് ഭ്രാന്ത് പിടിച്ച് സ്വപ്നം കാണുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ജയിൽ വാടകയ്ക്കെടുത്തല്ല എന്തെങ്കിലുമൊക്കെ പുതിയ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യയും സൗദിയുമായിട്ട് എന്തോ ധാരണയിലുണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം തീർത്ത് പറയാം, ഈ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടായേ മതിയാവും. അതിട്ട് വലിച്ചു നീട്ടാൻ പറ്റത്തില്ല. അതിന് പരിഹാരം ഉണ്ടാവും. ഇറാന് ഒന്നും മിണ്ടുന്നില്ലല്ലോ, ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഇറാനോട് പറഞ്ഞല്ലോ, എൻ്റെ ജീവൻ എടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ പിന്നെ ഭൂമുഖത്ത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. പലവട്ടം പുള്ളി നേരത്തെ പറഞ്ഞിരുന്നു ഇക്കാര്യം. എന്തായാലും ലോകത്തിൻ്റെ ഒരു ഗതി വളരെ വിചിത്രമാണ്. ഈ ട്രംപ് അങ്ങ് മുമ്പോട്ട് എന്നും വാർത്തയല്ലേ, എന്നും വാർത്തയാണ്. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ സ്പോർട്സിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പുള്ളി പ്രഖ്യാപിച്ചു. പക്ഷേ ഇതിൻ്റെ ചെലവടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെക്കുറിച്ച് ധാരണയില്ല. പക്ഷേ എന്തായാലും നെതന്യാഹുവിനെ കൈവിട്ടിട്ടില്ല. കഥകൾ വെറുതെയാണ്. നെതന്യാഹു ആയിട്ട് ചേർന്ന് തന്നെ ഈ ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും എങ്ങനെ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നന്ദി, നമസ്കാരം.